ഹലോ ഹായ് നമസ്കാരം. ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രാൻസ്ജെൻഡേഴ്സ് വ്യക്തികളുടെ ചില സെലിബ്രിറ്റികളായി നിൽക്കുന്ന, സെലിബ്രിറ്റി പരിവേഷത്തോടെ നിൽക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സ് വ്യക്തികൾ ഈ സോഷ്യൽ മീഡിയയിലേക്ക് വന്ന് നടത്തുന്ന പരാമർശങ്ങൾ, തീർച്ചയായും സ്ത്രീകളെക്കുറിച്ചുള്ള പരാമർശങ്ങളും അതിലെ ട്രാൻസ് വ്യക്തികളെക്കുറിച്ചുള്ള പരാമർശങ്ങളൊക്കെ ആയാലും എല്ലാം ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് അത് പബ്ലിസിറ്റി ചെയ്യുമ്പോൾ വളരെ മോശകരമായ രീതിയിലുള്ള പരാമർശങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒഴിവാക്കേണ്ടതാണ്. ഒരു എക്സാമ്പിൾ കാരണം എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയുടെ വിവാഹം നടന്ന സമയത്ത് നിരവധി ട്രാൻസ്ജെൻഡേഴ്സ് സെലിബ്രിറ്റികളും അല്ലാത്തവരും ഒക്കെ സാധാരണക്കാരായ കമ്മ്യൂണിറ്റികളൊക്കെ പങ്കെടുത്ത് വളരെ മനോഹരമായുള്ള രീതിയിലുള്ള കല്യാണമായിരുന്നു. പക്ഷേ ആ കല്യാണത്തിൽ പങ്കെടുക്കുമ്പോൾ എല്ലാ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും ഒക്കെ ക്യാമറയുമായിട്ട് കമ്മ്യൂണിറ്റിയുടെ മുമ്പിൽ വന്ന് നിൽക്കുകയും അവരെ വായിലിരിക്കുന്നത് എന്താണ്, അവർ വായിൽ നിന്ന് എന്താണ് കേൾക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ശ്രദ്ധ ചെലുത്താനും അവരെന്താണ് പറയുന്നതിനെക്കുറിച്ച് അത് മാത്രം ഫോക്കസ് ചെയ്ത് അതിനെടുത്ത് വലിയ ഇൻഫ്ലുവൻസ്മെൻ്റ് ആയിട്ട് അത് കാണിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോസ് നിരവധി ഉണ്ടായി. അത്തരത്തിലാണ് ഹെലൻ ബ്രാൻഡിനെ കുറിച്ച് നമ്മുടെ സെലിബ്രിറ്റിയായി മേക്കപ്പ് ആർട്ടിസ്റ്റ് അവരോട് ചോദിച്ചു വളരെ മോശമായ രീതിയിൽ സ്ത്രീകളെ പരാമർശിക്കുന്ന രീതിയിലുള്ള ആൻസർ അവരവിടെ ചെയ്തേക്കുന്നത്. ഒരു സ്ത്രീകൾക്ക് അവർക്ക് കഴപ്പാണെന്നും അവരുടെ കുണ്ടിക്ക് എന്താ പ്രശ്നമാണെന്നും കുണ്ടിക്കടിക്കാൻ പറ്റുമെന്നൊക്കെ ഇത്തരത്തിലുള്ള സ്ത്രീകളെ കുറിച്ചുള്ള മോശമായുള്ള പരാമർശങ്ങൾ അത് ഒരു ട്രാൻസ് വ്യക്തികളിൽ നിന്നും, അതും 2006 മുതൽ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു ട്രാൻസ് വ്യക്തികളിൽ നിന്ന് കേൾക്കാനുള്ള വാക്കുകൾ അത്തരത്തിലുള്ള വാക്കുകൾ വളരെ മോശമായ രീതിയിലുള്ള പരാമർശമായിരുന്നു അത്. ഒരു സെലിബ്രിറ്റി, ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ സെലിബ്രിറ്റി എന്ന് പറഞ്ഞ് നമ്മുടെ പൊതുസമൂഹത്തിൽ ട്രാൻസിൻ്റെ സ്വീകാര്യതയിൽ നിൽക്കുന്ന ഒരു വ്യക്തി അവരെന്താണ് സംസാരിക്കുന്നത്, അവരെന്താണ് പ്രവർത്തിക്കുന്നതെന്ന് സാധാരണക്കാരായ ജനങ്ങളെല്ലാവരും ഉറ്റുനോക്കുകയും അതിനെക്കുറിച്ച് വ്യക്തതയോടെ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. സാധാരണ ഈ സെലിബ്രിറ്റികൾ നിൽക്കുന്ന ട്രാൻസ് വുമൻസൊക്കെയും അവർ മറ്റുള്ള എല്ലാ ട്രാൻസ്നേഴ്സിനും ഒരു പ്രധാനപ്പെട്ട ഒരു വാക്കുകളാണ് അവരുടെ വാക്കുകളിൽ നിന്ന് കേൾക്കുന്നത്. കാരണം ഈ 2006 മുതൽ ഒരു ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുകയും തട്ടിയും മുട്ടിയും റോട്ടിൽ നിൽക്കുന്ന ആളല്ല. പക്ഷെ തട്ടിയും മുട്ടിയും റോട്ടിൽ നിൽക്കുന്ന ഒരു വ്യക്തികളിൽ നിന്ന് ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാവാറില്ല. ഇത്തരം പരാമർശങ്ങൾ അവരാരും സംസാരിക്കാറില്ല. ഒരു സോഷ്യൽ മീഡിയ വന്നതുകൊണ്ട് ഞാൻ 2006 മുതൽ ബിസിനസ് ക്ലാസ് യാത്ര ചെയ്യുകയും ഞാൻ തട്ടിയും മുട്ടി റോട്ടിൽ നിൽക്കുന്ന വ്യക്തിയല്ല. അങ്ങനെ തട്ടിയും മുട്ടി റോട്ടിൽ നിൽക്കുന്ന വ്യക്തി അല്ലെങ്കിലും ഇത്തരം സ്ത്രീകളെക്കുറിച്ച് വളരെ മോശമായ രീതിയിലും ഒരു കഴപ്പാണോ എന്ന് ഒരു ട്രാൻസിൻ്റെ കുണ്ടിൽ അടിക്കേണ്ട എന്നുള്ള രീതിയിലൊക്കെ പച്ചയായി നിന്ന് സംസാരിക്കുമ്പോൾ അത് ഒരു ബിസിനസ് ക്ലാസ് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റിക്ക് ചേർന്ന പദമാണോ ഉപയോഗിച്ചിരിക്കുന്നത്? കേരളത്തിലെ ആക്ച്വലി ഈ വ്യക്തിക്കെന്ന് പറയുന്നത് മലയാളം ഫ്ലൂവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയില്ല. മലയാളത്തിലെ ചില വാക്കുകൾ എവിടെയാണ് ഉപയോഗിക്കേണ്ടെന്ന രീതിയിൽ അറിയില്ല. അത്തരം അറിയാത്ത വാക്കുകൾ എന്തിനാണ് വെറുതെ ബുദ്ധിമുട്ടി ഇത്രയും മലയാളത്തിനെ കൊല്ലുന്ന കാശിക്ക് മുശിക്ക് കൊല്ലേണ്ട ആവശ്യം എന്താ? പാട്ടുകൾ പാടി മലയാളത്തിനെ നശിപ്പിക്കേണ്ട ആവശ്യം എന്താ? മലയാളത്തിലെ പദങ്ങളെ നശിപ്പിക്കേണ്ട ആവശ്യം എന്താ? അറിയുന്ന ലാംഗ്വേജിലൊക്കെ സംസാരിച്ചാൽ പോരെ? ഇത്രയും ബുദ്ധിമുട്ടി സംസാരിപ്പിച്ചിട്ട് ഈ മോശമായ പരാമർശം നടത്തേണ്ട യാതൊരു ആവശ്യവും ഇല്ല. അപ്പം ഇത് പറയിപ്പിക്കാനായിട്ടും ഇത് കേൾക്കാനായിട്ടും കുറേ ഇൻഫ്ലുവൻസ്മെൻറ്റ് നടക്കുകയും അതിൻ്റെ പിന്നിൽ വന്ന് കേരളത്തിലെ മൊത്തം സമൂഹങ്ങൾ വന്ന് കുണ്ടനെന്നും മറ്റവനെന്നും കോൽക്കളിയെന്നും അതും ഇതുമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ആക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നത്, നിങ്ങളൊരു വ്യക്തിയെ ആക്ഷേപിക്കുന്നത് കേരളത്തിലെ മൊത്തം ട്രാൻസ്ജെൻഡേഴ്സിനെ ആക്ഷേപിക്കുന്നതിന് തുല്യമാണ്. ഞങ്ങൾക്കൊക്കെ അത് കേൾക്കുമ്പോൾ സത്യമായിട്ട് മാനസികമായിട്ട് വളരെ പ്രയാസമുണ്ട്. നിങ്ങളെയാണ് അത് പറയുന്നതെങ്കിലും കോൽക്കളിയെന്നും കുണ്ടനെന്നും 9 മറ്റത് മറിച്ചതൊക്കെ നിങ്ങളെയാണ് ഇത്ര ആൾക്കാർ വന്നെന്ന് പറയുമ്പോൾ അവർക്കൊക്കെ റീച്ച് കിട്ടാൻ വേണ്ടി അവർക്ക് ഒരു ജാസിയെയും ഒരു ഇത്തരത്തിൽ സെലിബ്രേറ്റ് നിൽക്കുന്ന ആൾക്കാരെയും ഇത്ര മോശമായി വന്നെന്ന് കുണ്ടന്മാരെന്നും മറ്റതെന്നും മറിച്ചതെന്നും കോൽക്കളിയെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ റീച്ച് കിട്ടുമായിരിക്കും. പക്ഷേ അതിലൂടെ ആക്ഷേപിക്കപ്പെടുന്നത് കേരളത്തിലെ മൊത്തം സമൂഹത്തിലെ ട്രാൻസ്ജെൻഡറാണ്. ഇത്തരത്തിലുള്ള ഈ
ബേഡ് കമൻസിനൊക്കെ ഇരയായിത്തീരുന്നത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് വായിക്കുമ്പോഴും ഞങ്ങളത് കേൾക്കുമ്പോഴും വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് സെലിബ്രിറ്റികളായ നിങ്ങളൊക്കെ ഇത്ര പരാമർശങ്ങൾ നടത്തരുതെന്ന് ഞങ്ങൾ അത് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. നിങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ ക്ലിയറായിട്ട് ക്ലാരിറ്റിയോടെ നിങ്ങൾ സംസാരിക്കും. ഇപ്പം ഞങ്ങളെല്ലാവരും അത്ര ക്ലിയറായിട്ട് സംസാരിക്കുന്ന വ്യക്തികളെന്നല്ല അതിൻ്റെ പറഞ്ഞതിൻ്റെ അർത്ഥം. ഞങ്ങൾക്കും തുണി പൊക്കിയിട്ടുണ്ട്, ഞങ്ങൾ തുണി പൊക്കിയിട്ടുണ്ട്, ഞങ്ങളും ചീത്ത വിളിച്ചിട്ടുണ്ട്, വളരെ മോശം. അതൊന്നും സോഷ്യൽ മീഡിയയിലൊന്നും അല്ല. പബ്ലിക്കായിട്ട് നമ്മൾ സ്വയം രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പബ്ലിക്കായിട്ട് ഞങ്ങളൊക്കെ തുണി പൊക്കാറുണ്ട്. കാരണം അത്ര ഡീസൻ്റായിട്ട് ജീവിക്കുന്ന, അത്ര ഡീസൻറ്റ് ക്ലാരിറ്റിയോടെ ജീവിക്കുന്ന വ്യക്തികളൊന്നുമല്ല ഞാൻ ഉൾപ്പെടുന്ന സമൂഹങ്ങൾ, ഞാൻ ഉൾപ്പെടുന്ന ട്രാൻസ്ജെൻഡേഴ്സ്. അതിന് കാരണം ഞാൻ ഇഷ്ടംപോലെ പ്രാവശ്യം തുണി പൊക്കിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ പബ്ലിക്കായിട്ട് പോലും. കാരണം നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മളെ കളിയാക്കുകയും മോശമായി നിങ്ങൾ അതല്ലേ മോശമായി നമ്മളോട് സംസാരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് രാത്രികാലം സ്വയം രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് അങ്ങനെ ചെയ്യാം. പക്ഷെ സ്വയം രക്ഷയ്ക്ക് നമ്മൾ ചീത്തകൾ വിളിച്ചെന്ന് വരാം. സ്വയം രക്ഷയ്ക്ക് വേണ്ടി നമ്മൾ അങ്ങനെ സംരക്ഷിച്ചു നിൽക്കാം. അത്തരം പ്രവൃത്തികളിലൂടെയാണ് നമ്മൾ മോശമായ പേരുകളും മോശമായ രീതിയിലും ട്രാൻസ്ജെൻഡേഴ്സ് അത്തരത്തിലാണെന്നുള്ള കാര്യം. ട്രെയിനിൽ തുണി വെക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ പബ്ലിക് റോഡിൽ തുണി വെക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളൊരു വ്യക്തി വേറെ തുണി വെക്കി കാണിക്കുന്നില്ലേ എന്ന്. തുണി വെക്കേണ്ട സാഹചര്യങ്ങൾ വന്നാൽ തീർച്ചയായിട്ടും നമുക്കത് പൊക്കി കാണിച്ചേ പറ്റൂ. കാരണം നിങ്ങൾ ഈ പറയുന്ന കുണ്ടനെന്നും കോൽക്കളിയെന്നും പിന്നെ നിങ്ങൾക്കിരിക്കുന്ന മറ്റതല്ലേ, നിങ്ങൾക്കിരിക്കുന്ന അത് എത്രത്തോളം നമ്മളത് കേൾക്കേണ്ടി വരും. നമ്മൾ എത്രത്തോളം അത്തരത്തിലുള്ള പരാമർശനം നമ്മളൊക്കെ സർജറി ചെയ്ത് സ്ത്രീകളോട് നിൽക്കുമ്പോൾ വീണ്ടും ഞങ്ങളെ പറയണം, നിൻ്റെ താഴെ കിടക്കുന്ന മറ്റേ കോലല്ലേ, നിനക്ക് അടിയിൽ കിടക്കുന്ന മറ്റേ മണിയല്ലേ, ടിങ് അല്ലേ, അപ്പം നിങ്ങൾ കളിക്കുന്നത് കോലല്ലേ. ഇത്തരം പരാമർശം കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കും തുണി പൊക്കി കാണിക്കേണ്ട ഒരു അവസ്ഥ വരും. കാരണം നമ്മൾ ഇത്രയും നീണ്ട സർജറിയൊക്കെ ചെയ്തു സ്ത്രീയായിട്ട് ജീവിക്കുന്ന സമയത്ത് ഇത്തരങ്ങൾ ഇതാണ് ആണും പെണ്ണും കെട്ടവർ പോവുകയാണ്, ഇത് ആണാണ് വേഷം കെട്ടി പോവുകയാണ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഇതല്ലാതെ നമുക്ക് വേറൊരു മാർഗ്ഗങ്ങളില്ല. തുണിമൊക്കെ കാണിച്ചാലേ കണ്ട ഞങ്ങൾ ആണല്ല, ഞങ്ങൾ സ്ത്രീകളാണ്, ഞങ്ങൾക്ക് ഇരിക്കുന്നത് ഇത് തന്നെയാണ് എന്ന് പറയാനുള്ള ധൈര്യം ഞങ്ങൾക്ക് തന്നെ ഉണ്ടാവും. അങ്ങനെ പലപ്പോഴും ഞങ്ങൾ അത്തരത്തിലുള്ള തുണിമൊക്കെ പൊക്കി കാണിച്ചതിന് ശേഷമാണ് ഈ ഒരു സ്വീകാര്യത ഇവിടെ നേടിയെടുക്കാനുള്ള ശ്രമമാണ്. ഇവർ സർജറി കഴിഞ്ഞവരാണ്, അല്ലെങ്കിൽ ഇവർക്ക് മറ്റേ ടിങ് അല്ല ഇരിക്കുന്നത്. ഇവർക്ക് സ്വാഭാവികമായിട്ട് ഇവർ സ്ത്രീകളെ പോലെ തന്നെയാണ്. ഒരു വജീനയാണ്, സർജറി കഴിഞ്ഞ വജീന ഇംപ്ലാന്റ്മെൻറ്റ് സർജറി കഴിഞ്ഞ വജീന ഉള്ളവരാണ് എന്നുള്ള ചിന്തിക്കുന്നത്. പക്ഷേ ഇത് ഇങ്ങനെ നിരന്തരം ഇപ്പോഴും അത്ര കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും, നമുക്ക് അരാജ്യത്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പലരും വന്ന് പല സോഷ്യൽ മീഡിയയിലും പറയുമ്പോഴും ഇത്തരത്തിൽ റീച്ച് കിട്ടാൻ വേണ്ടി ഇപ്പോൾ സോഷ്യൽ ഇൻഫ്ലുവൻസ്മെൻറ്റ്മാർ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വഴിയാണ് ഇത്തരത്തിലുള്ള ട്രാൻസ്ജെൻഡേഴ്സിനെ അപമാനിക്കുക എന്നുള്ളത്. അത് ടിങ് എന്നും അവരൊന്നും കോൽക്കളിയെന്നും അവർക്ക് താഴെ മറ്റേ കോലാണെന്നും ഒക്കെ പറയും. അത്തരം പരാമർശങ്ങളും അത്തരം രീതികളും ഉണ്ടാക്കാൻ വേണ്ടി കണ്ടന്റ് ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാർ തന്നെയാണ്. ഒരിക്കൽ അവർ വന്ന് പറയുന്നത് ഞാൻ ട്രാൻസ്ജെൻഡർ അല്ല, ഞാൻ ട്രാൻസ്ജെൻഡർ വ്യക്തിയല്ല, എന്നെ ട്രാൻസ്ജെൻഡറായിട്ട് നിങ്ങൾ കണക്കൂട്ടരുത്, എന്നെ ട്രാൻസ്ജെൻഡറായിട്ട് നിങ്ങൾ ഉൾപ്പെടുത്തരുത്, ഞാൻ ചെയ്യുന്നതല്ല എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്, ഞാൻ ട്രാൻസ്ജെൻഡറായിട്ടല്ല എന്ന്. പിന്നെ ഇതിന് കേരളത്തിൽ മെയിൽ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ ഈ 3 ജെൻഡറെ ഗവൺമെൻറ്റും സർക്കാരും നിയമങ്ങളൊക്കെ അനുസരിച്ച് അംഗീകരിച്ചിട്ടുള്ളൂ. ഈ 3 ജെൻഡറും അല്ലെങ്കിൽ പിന്നെ ഏത് തരത്തിലുള്ള ജെൻഡറാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്? പിന്നെ നിങ്ങൾ എങ്ങനെ പറയും ഞാൻ ട്രാൻസ്ജെൻഡർ അല്ല എന്നുള്ള കാര്യം? പിന്നെ എങ്ങനെ നിങ്ങൾ ട്രാൻസ്ജെൻഡർ ID കാർഡിന് നിങ്ങൾ അപേക്ഷിച്ചതായിട്ടുള്ളൊരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ഇനി നിങ്ങൾ ആരും എന്നെ കുറ്റം പറയണ്ട, ഇനി നിങ്ങൾ ആരും എന്നോട് പരാതി പറയണം, ഞാൻ ട്രാൻസ്ജെൻഡർ കാർഡിന് അപേക്ഷിച്ചിരിക്കുന്നു, ഞാൻ ട്രാൻസ്ജെൻഡറാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം വീഡിയോ ചെയ്യുക. പിന്നെ പറയും ഞാൻ ട്രാൻസ്ജെൻഡർ അല്ല, ഞാൻ ചെയ്യുന്നതല്ല എൻ്റെ സ്വന്തം ഇഷ്ടത്തിനാണ്, ട്രാൻസ്ജെൻഡറായിട്ട് എന്നെ ആരും കണക്കൂട്ടണ്ട, ഞാൻ ട്രാൻസ്ജെൻഡർ ഉൾപ്പെടുന്നില്ല എന്ന് പറയുന്നു. എന്നിട്ട് എല്ലാ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റികളുടെ പരിപാടികൾ പങ്കെടുക്കുക, ട്രാൻസ്ജെൻഡേഴ്സായി നിൽക്കുക. സത്യത്തിൽ ഏതെങ്കിലും ഒന്നിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മൾ ധൈര്യത്തോടെ സംസാരിക്കുക. എന്തിന് നമ്മൾ മടിക്കണം? ഞാൻ ട്രാൻസ്ജെൻഡർ ആണെന്ന് പറയാൻ ഞാൻ ഇന്ത്യയിൽ ഞാൻ പ്രൗഡായിട്ട് നമ്മൾ സംസാരിക്കാം. ഞാൻ ട്രാൻസ് വുമൻ, ഞാൻ പ്രൗഡ് പറയാൻ ട്രാൻസ്ജെൻഡർ ആണെന്ന്. വരുന്ന ഭവിഷ്യത്തുകളും അതിൽ വരുന്ന കളിയാക്കലൊക്കെ നമ്മൾ നിസ്സാരം പോലെ തള്ളിക്കളയും. നമ്മൾ അതൊക്കെ അതിജീവിച്ച് വന്നവരാണ്. അപ്പം മറ്റുള്ളവർ പറയുന്ന ട്രാൻസ്ജെൻഡർ ആണെന്ന് കളിയാക്കുന്ന കോലുകളിയാണെന്ന് പറയുന്ന അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി പലരും പറയാൻ നമ്മളത് കണക്കാക്കേണ്ട ആവശ്യമില്ല, തുറന്ന് പറയുക. പിന്നെ സർജറിയുടെ കാര്യം, അത് ജാസി ഇപ്പോൾ എന്ത് സർജറിയാണ്
ചെയ്തേക്കുന്നതെന്ന് ജാസിയുടെ കഴിഞ്ഞ വീഡിയോകളിൽ നിന്ന് പറയാതെ ജാസി അത് പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ചുള്ള ഒരു ക്ലാരിഫിക്കേഷനും വേണ്ട, കൺഫ്യൂഷനും വേണ്ട. തീർച്ചയായിട്ടും ജാസി അത് പറഞ്ഞു. ഞാൻ ജാസിയുടെ വീഡിയോ കണ്ടതാണ്. ജാസി കറക്റ്റ് അത് പറഞ്ഞു. റിനെ മെഡിസിറ്റിയിൽ ഞാൻ സർജറി ചെയ്തു. റിനെ മെഡിസിറ്റിയിൽ ബോട്ടൺ സർജറി ഇല്ല. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നു. അനന്യയുടെ പ്രശ്നം വന്നതിന് ശേഷം റെഡി മെഡിസിറ്റിയിൽ ഇത്തരത്തിലുള്ള ബോട്ടൺ സർജറി ചെയ്യുന്നില്ല. പക്ഷേ ഞാൻ റെഡി മെഡിസിറ്റിയിലാണ് ചെയ്തത്. ഞാൻ അപ്പോൾ ചെയ്തേക്കുന്ന സർജറി ബോട്ടൺ സർജറി ആണ് എന്നുള്ള കാര്യം പറയാതെ ജാസി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ജാസി ചെയ്തേക്കുന്ന ബ്രസ്റ്റ് ഇംപ്ലാന്റ്മെൻറ്റ് സർജറി ആണെന്ന് വ്യക്തതയോടെ ജാസി പറഞ്ഞു കഴിഞ്ഞു. അത് മനസ്സിലാക്കാൻ കഴിവുള്ളവർക്ക് തീർച്ചയായിട്ടും ജാസിയുടെ വീഡിയോ കണ്ടാൽ മനസ്സിലാകും. ഡൗൺ സർജറി അല്ല ചെയ്യുക. കാരണം ഡൗൺ സർജറി അല്ല എന്നുള്ള കാര്യം ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് കൺഫേം ആയി മനസ്സിലാക്കാൻ പറ്റും. കാരണം ജാസിയുടെ ആ ഒരു നമുക്ക് ചെയ്ത് വന്നവർക്ക് അറിയാൻ പറ്റില്ല അത്ര ബുദ്ധിമുട്ടുകളില്ലാതെ ബ്രസ്റ്റ് സർജറി ചെയ്തിരിക്കുന്നു. ഓക്കെ, അത് ഇപ്പോൾ ജാസി പറഞ്ഞ കണക്ക് എല്ലാവരും ഡൗൺ സർജറി അല്ല ആദ്യം ചെയ്യുന്നത്. ഓരോ പ്രോസസ്സിങ് അനുസരിച്ച് ഓരോ പ്രോസസ്സിങ് ആ രീതിയിൽ അവർ ചെയ്യാം. അത് തുറന്നു പറയാൻ എന്തുകൊണ്ട് നമ്മൾ മടിക്കണം? ഞാൻ ടോപ്പ് സർജറി ചെയ്ത് കഴിഞ്ഞു. ഞാൻ ബ്രസ്റ്റ് ഇംപ്ലാന്റ്മെൻറ്റ് സർജറി ചെയ്തു. ഇനി ഞാൻ കുറേ കാലം കഴിയുമ്പോൾ ഞാൻ ഡൗൺ സർജറി, സെക്സ് റിഹാർസൽമെൻറ്റ് സർജറി ഞാൻ ചെയ്യും. അത് നമ്മൾ എന്തിനും മടിക്കണം? അല്ല നമ്മൾ ഇപ്പം ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ജാസി അത് ഏറ്റു പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ. കാരണം നമുക്ക് സർജറി സ്ത്രീയായി അല്ലെങ്കിൽ ട്രാൻസ് വുമണായിട്ട് അല്ലെങ്കിൽ ട്രാൻസ് ജെൻഡറായിട്ടോ അല്ലെങ്കിൽ ട്രാൻസ് വുമണായിട്ടോ ജീവിക്കണമെങ്കിൽ അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സർജറികളൊന്നും ചെയ്യണമെന്ന് ആവശ്യമില്ല. സെൽഫ് ഡിക്ലറേഷൻ ആണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ അതേ വീഡിയോ ജാസി അത് ഏറ്റു പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിന് സർജറി ചെയ്യണം? മറ്റുള്ളവരെ കുറിച്ച് ഭയക്കേണ്ട ആവശ്യം. ഞാൻ സർജറി ചെയ്താലേ എനിക്ക് ഫീമെയിലായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ, സർജറി ചെയ്താലേ എനിക്ക് ട്രാൻസ്ജെൻഡറായിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ, അങ്ങനെ ഒന്നുമില്ല. ധൈര്യമായിട്ട് പറയൂ ഞാൻ ട്രാൻസ്ജെൻഡറാണ്. എനിക്ക് ട്രാൻസ്ജെൻഡർ ഒന്നും ജാസിയുടെ ശത്രുക്കളോ ജാസിയുടെ വിരോധികളൊന്നുമല്ല. ജാസിയുടെ കണ്ടന്റുകളും ജാസി ചെയ്യുന്ന വീഡിയോസുമാണ് ജാസിക്കെതിരായിട്ട് ട്രാൻസിനെതിരായിട്ടുള്ള ശബ്ദം ഉയർത്തുന്നത് കൊണ്ട് ഞങ്ങൾ അതിനായി സംസാരിക്കാൻ വന്നത്. ധൈര്യമായിട്ട് പറഞ്ഞു ഞാൻ ട്രാൻസ് വുമണാണ്, ട്രാൻസ്ജെൻഡറാണ്, ഞാൻ ടോപ്പ് സർജറി കഴിഞ്ഞു, ഞാൻ ഡൗൺ സർജറി ചെയ്യും, ഇനി ട്രാൻസ്ജെൻഡറായിട്ട് ജീവിക്കുന്നു എന്നുള്ള കാര്യത്തിൽ പറയാൻ മടിയെന്ന്. പിന്നെ എന്തിനാ ഭയക്കുന്നത്? ഞാൻ ട്രാൻസ്ജെൻഡർ അല്ലെന്ന് പറയുന്നത് എന്തിനാ? ട്രാൻസ്ജെൻഡർ ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റികളുടെ നിന്ന് എല്ലാവരുമായിട്ടും മിങ്കിൾ ചെയ്യും, മകളാണും എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുമ്പോൾ അത്തരത്തിലുള്ള നമ്മൾ ഉറച്ച നിലപാടോടെ നമ്മൾ ട്രാൻസ് വുമണായിട്ട് ഉറച്ച നിലപാടോടെ ജീവിക്കുക. അതിനുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഇവിടെ എല്ലാവർക്കും ഉണ്ട്. അതുപോലെ ഇത്തരത്തിലുള്ള സ്ത്രീകളെ പരാമർശിക്കുക, സ്ത്രീകളോടുള്ള തുണിവൊക്കെ കാണിക്കുക, സ്ത്രീകളോടുള്ള ഈ കഴപ്പുകൾ, അത്തരത്തിലുള്ള പരാമർശങ്ങളും സ്ത്രീകളെ മോശമായി പരാമർശിക്കുന്ന രീതികളൊക്കെ അത് നിർത്തുക. കാരണം നമ്മളെ എല്ലാ ട്രാൻസ് വുമൻസിനെയും അത്തരത്തിലുള്ള ഒരു രീതിയിൽ ജനങ്ങൾ മനസ്സിലാക്കും. നമ്മളെല്ലാവരും അത്തരത്തിലുള്ളവരാണെന്ന്. ബിസിനസ് ക്ലാസ്സിൽ എത്ര ചെയ്യുന്നവരും ബിസിനസ് സെലിബ്രേറ്റ് നിൽക്കുന്നവരൊക്കെയും അവരെ വാക്കുകളിൽ നിന്നും പ്രവൃത്തികളിൽ നിന്നും അത്തരത്തിലുള്ള സ്വാഭാവികമായുള്ള വാക്കുകളായിരിക്കണം അവരും ഉപയോഗിക്കേണ്ടത്. വളരെ മോശമായ രീതിയിൽ ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട് മലയാള ഭാഷകൾ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ വ്യക്തതയും വെടിവെത്തതും കൂടി ഉപയോഗിക്കുക. അല്ലാതെ ഭാഷകൾ അറിയാതെ കണ്ടതും കൊണ്ടതും ഒക്കെ വിളിച്ച് വാരി പറഞ്ഞിട്ട് കേരളത്തിലെ മൊത്തം ട്രാൻസിനെ അപമാനിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ ചെയ്യാതിരിക്കുക. നിങ്ങൾ സെലിബ്രേറ്റ് നിങ്ങളെ പുറകെ ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ്മെൻറ്റുകാർ വരും, അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി അവരുടെ ചാനൽ റീച്ച് കയറി പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ അത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ രീതിയിൽ നമ്മൾ ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ നമ്മുടെ കാർന്ന് തിന്നാൻ വരുന്ന സോഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ അവരുടെ നിലപാടുകൾക്ക് മാറ്റി അവർക്ക് കിട്ടുന്ന കണ്ടൻറ്റുകളൊക്കെ ഇട്ട് കൊടുക്കാതെ നമ്മൾ നമ്മുടേതായ സ്വകാര്യതയിൽ ജീവിക്കേണ്ടത് അത്യാവശ്യമാണ്. നമ്മൾ സ്വീകരിച്ചു വെച്ച ഈ ഒരു സ്വീകാര്യത, നമ്മൾ തുടങ്ങി വെച്ച ഈ ഒരു സ്വീകാര്യത കേരളത്തിൽ ഇന്ന് പല മേഖലകളിലും പല ട്രാൻസ്ജെൻഡേഴ്സുകളും അവരവരുടെ വ്യക്തിമുദ്രയെ പതിപ്പിച്ച് അവരവർ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരങ്ങളിലുള്ള മോശമായി ചില സെലിബ്രിറ്റികൾ വന്ന് പറഞ്ഞ് അത്തരത്തിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ മൊത്തം കരിവാരിത്തേക്കുന്ന രീതിയിലുള്ള ദയവ് ചെയ്ത് പരാമർശങ്ങൾ എല്ലാവരും അവസാനിപ്പിക്കുക. നമുക്ക് നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ജീവിക്കാം. ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് ജീവിക്കാം. നമുക്ക് വിവാഹം കഴിച്ച് ജീവിക്കാം, നമുക്ക് ലവ് ചെയ്ത് ജീവിക്കാം, ലിവിങ് ടുഗദറായിട്ട് ജീവിക്കാം, നമുക്കൊരു പാർട്ട്ണറെ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ രീതിയിൽ നമുക്ക് ജീവിക്കാം, നമ്മൾ ട്രാൻസ് വുമണായിട്ട് ജീവിക്കാം, ട്രാൻസ് മെന്നായിട്ട് ജീവിക്കാം, നമുക്ക് സർജറി ചെയ്ത് ജീവിക്കാം, സർജറി ചെയ്യാതെ ജീവിക്കാം. ഇതൊക്കെ നമുക്ക് കോടതി അനുശാസിക്കുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആർട്ടിക്കിൾ 15, ആർട്ടിക്കിൾ 14 ഒക്കെ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ ധരിക്കുക, ഇഷ്ടപ്പെട്ട സംഭാഷണം, ഇഷ്ടപ്പെട്ട യാത്രകൾ, ഇഷ്ടപ്പെട്ട രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള
എല്ലാ പൗരന്മാർക്കും ഇന്ത്യയിൽ അനുശാസിക്കുന്ന സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ട്രാൻസും ജെൻഡർക്കും എല്ലാവർക്കും അനുശോചിക്കുന്ന ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിട്ടുള്ള ആർട്ടിക്കിൾ 15, 16 ഒക്കെ 20 ഒക്കെ ഉള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഒക്കെ നിലവിൽ നമുക്ക് അനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്നിവിടെ ഉണ്ട്. അത് മറ്റൊരു വ്യക്തികൾക്ക് അടിയറ വെച്ചുകൊണ്ടുള്ള രീതികളായിരിക്കരുത് നമ്മുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ളതാണ് നമ്മൾ പൂർണ്ണമായി മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. അതിപ്പോൾ ഏതൊരു ട്രാൻസ് വുമൺ ആയാലും സ്ത്രീ ആയാലും പുരുഷനായാലും ഈ സ്ത്രീകളൊക്കെ ഇപ്പോൾ ട്രാൻസ് വുമനെ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. സ്ത്രീകൾ വളരെ മോശമായ രീതിയിലുള്ള പരാമർശങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത്. വളരെ വളരെ മോശമായി കുണ്ടനെന്നും കോലുകളിയെന്നും ഒൻപതെന്നും ഇത്തരത്തിലുള്ള സ്ത്രീകൾ സോഷ്യൽ മീഡിയയിൽ വന്നെന്ന് അവർ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ശ്രദ്ധിക്കണം. ഒരു വ്യക്തിയെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ സംസാരിക്കുമ്പോൾ ആ ഒരു വ്യക്തിക്ക് മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. കേരളത്തിലുള്ള 50%, 100%, 50,000-60,000 വരുന്ന അല്ലെങ്കിൽ 1,00,000 വരുന്ന ലക്ഷങ്ങളോളം വരുന്ന ട്രാൻസ് സമൂഹത്തെ മൊത്തമാണ് നിങ്ങൾ ആക്ഷേപിക്കുന്നത് എന്നുള്ള കാര്യം ഈ പറയുന്ന സ്ത്രീകളായ പുരുഷന്മാരും സോഷ്യൽ ഇംപ്രൂവ്മെൻ്റായിട്ട് നിൽക്കുന്ന ഈ വീഡിയോസ് എടുക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളും സംസാരിക്കുന്ന സമയത്തും ഈ കുണ്ടനെന്നും കോലുകളിയെന്നൊക്കെ പരാമർശിക്കുമ്പോൾ അത് ഞങ്ങൾക്കും അതിൻ്റേതായ റൈറ്റ്സ് ഉണ്ട്. ഞങ്ങൾക്ക് കേസ് കൊടുക്കാനും നിങ്ങൾക്കെതിരെ ഞങ്ങൾക്ക് പബ്ലിക്കിൽ ഞങ്ങളെ അപമാനപ്പെടുത്തുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യാൻ ഞങ്ങൾക്കും റൈറ്റ്സ് ഉണ്ട്. മൊത്തമായി ഞങ്ങളെ ഇത്ര അപമാനിക്കുന്നത്. പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് ഒരു വ്യക്തിയെയായിരിക്കും നിങ്ങൾ ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നത്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന നിങ്ങളെ വീഡിയോകൾ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകളൊക്കെയും നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങൾ ചാനലിനെ റീച്ച് കിട്ടാൻ, പക്ഷേ അതിലൂടെ മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന അനവധി ട്രാൻസ്ജെൻഡേഴ്സ് കുണ്ടനെന്നും കോലുകളിയെന്നും ഒക്കെ പറയുന്ന സർജറി ചെയ്യാത്ത ട്രാൻസ് വുമൻസിനെ കുറിച്ചൊക്കെ വളരെ മോശമായി ഇത്തരത്തിൽ വീഡിയോകൾ നിങ്ങൾ ചെയ്യുമ്പോൾ, ഒരാളെ വ്യക്തിഹത്യ ചെയ്യുമ്പോഴും ഒരാളെ വ്യക്തിപരമായി പരാമർശിക്കുമ്പോഴൊക്കെയും മൊത്തം ട്രാൻസ് സമൂഹത്തെയും മൊത്തം ജെൻഡറെ നിങ്ങൾ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ഈ സ്ത്രീകളായ പുരുഷന്മാരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദയവ് ചെയ്ത് അത്തരമുള്ള പരാമർശങ്ങൾ നിങ്ങളൊരാളെ ട്രോളിക്കോളൂ. നിങ്ങൾക്ക് ഈ റീച്ച് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇഷ്ടംപോലെ ട്രോളിക്കോളൂ. ഇഷ്ടംപോലെ ട്രോള് നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തോളൂ. പക്ഷേ ഈ ട്രോളിനോടൊപ്പം തന്നെ അത് മറ്റുള്ള എല്ലാ കമ്മ്യൂണിറ്റികൾക്കും, എല്ലാ ട്രാൻസ് വുമൻസുകൾക്കും, എല്ലാ ട്രാൻസ്ജെൻഡേഴ്സുകൾക്കും മാനസികമായും ഹേർട്ട് ചെയ്യുകയും മാനസികമായി അത് വേദനിക്കുന്നുണ്ടെന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങളത് മനസ്സിലാക്കണം. ഞങ്ങൾ അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ നിങ്ങൾ ഒത്തിരി കേട്ടാണ്, ഒത്തിരി ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ കേട്ടിട്ടാണ് ഞങ്ങൾ ഇത്തരം ഒരു മേഖലയിൽ എത്തിപ്പെട്ടത്. അത് ചില വ്യക്തികളിൽ നിങ്ങൾ പരാമർശിച്ച് ചില വ്യക്തികൾക്ക് വേണ്ടി നിങ്ങൾ ഇത്തരത്തിൽ വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള നിങ്ങൾ അവരെ മോശമായി പരാമർശിക്കുമ്പോൾ അത് മൊത്തമായി എല്ലാവരെയും ബാധിക്കുന്നു എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങളത് മനസ്സിലാക്കണം. അത് ഞങ്ങളെല്ലാവരും മാനസികമായിട്ടും ഇറിറ്റേഷനും മാനസികമായിട്ട് ഞങ്ങളെ ഡിപ്രഷനിലേക്കൊക്കെ നയിക്കുന്നത് കേൾക്കുമ്പോഴൊക്കെ. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങളൊരു വ്യക്തി ഫോക്കസ് ചെയ്ത് സംസാരിക്കുമ്പോൾ മൊത്തം ജെൻഡറെ ആക്ഷേപിച്ചുകൊണ്ടുള്ള സംസാരിക്കാതിരിക്കുക. അതിപ്പോൾ ഹെൽസ്മാൻസ് ആയാലും ശരി, മറ്റുള്ള സോഷ്യൽ ഫീമെയിൽസ് ആയാലും മെയിലായാലും ശരി, കുണ്ടനെന്നുള്ള മറ്റുള്ള ഇത്തരത്തിലുള്ള ബേഡ് കമൻസുകൾ ഞങ്ങളെ മൊത്തമായി ആക്ഷേപിക്കുന്ന രീതിയിൽ നിങ്ങളൊരു വ്യക്തിക്കെതിരെ തിരിയുമ്പോൾ കേരളത്തിലെ ഒന്നടങ്കം നിൽക്കുന്ന സമൂഹത്തിൽ നിൽക്കുന്ന കമ്മ്യൂണിറ്റിക്ക് മൊത്തം ഇത് ബാധിക്കുന്നുള്ള കാര്യം തീർച്ചയായും മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി വേണം നിങ്ങൾ റെസ്പെക്റ്റ് കൊടുക്കേണ്ട എല്ലാ ജെൻഡേഴ്സിനെയും നിങ്ങൾ ഒരുപോലെ റെസ്പെക്റ്റ് കൊടുക്കുക. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡേഴ്സും സ്ത്രീകളെയും പുരുഷന്മാരെയും ബഹുമാനിക്കുകയും അവർക്ക് വേണ്ടുന്നുള്ള റെസ്പെക്റ്റ് നൽകണമെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ റിക്വസ്റ്റ് ചെയ്യുകയും അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. അത് ഞാൻ ഒരു വ്യക്തികളെ ആരെയും പരാമർശിച്ച് സംസാരിച്ചതല്ല. കാരണം എല്ലാവരും അതിൻ്റേതായ സെലിബ്രേറ്റ് നിൽക്കുന്നവർ ആ സെലിബ്രേറ്റ് പരിവേഷവും സെലിബ്രേറ്റ് സ്റ്റാറ്റസും മുൻനിർത്തി മുമ്പോട്ട് കൊണ്ടുപോയി നല്ല രീതിയിൽ കേരളത്തിലെ സമൂഹത്തിൽ നല്ലൊരു മാർഗനിർദ്ദേശമായി ജീവിക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കട്ടെ എന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥനയും അങ്ങനെ ആയിരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് എല്ലാവർക്കും റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ എല്ലാവരും ഉപേക്ഷിക്കുക. താങ്ക് യു. നന്ദി.